നമ്മുടെ സർക്കാർ പള്ളിക്കൂടങ്ങളൊക്കെ സ്കൂളുകളൊക്കെ 5-സ്റ്റാർ ഹോട്ടൽ സമാനമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. ശിവൻകുട്ടിയുടെ നിലവാരത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ശിവൻകുട്ടി പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ 5-സ്റ്റാർ ഹോട്ടൽ സമാനമാണെന്ന് പറഞ്ഞ പള്ളിക്കൂടത്തിന്റെ ക്ലാസ് റൂമിനകത്ത് ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചത് വയനാട്ടിൽ 5-ാം ക്ലാസ്സുകാരി. ഞാൻ പറയുന്ന 500 രൂപയ്ക്ക് സിമെന്റും മണലും വാരി ആ ക്ലാസ് റൂമിന്റെ തറയിലെ പൊട്ടലിൽ വാരി തേച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തേനെ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് പറയണം. നിങ്ങൾ എവിടെയായിരുന്നു ആ കുട്ടി മരിച്ചപ്പോൾ? നിങ്ങൾ അത് ആ സിമെന്റ് വാരി തേക്കാൻ ഈ പാർട്ടിക്ക് നേരം ഉണ്ടായോ? 5-സ്റ്റാർ ഹോട്ടലൊന്നും വേണ്ട. ഉച്ചക്കഞ്ഞി വെക്കുന്നവന് ശമ്പളം കൊടുക്കണം, ഉച്ചക്കഞ്ഞി വെക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണം. 8 രൂപയുടെ ബിർണാണി കൊടുത്തപ്പോൾ അതിന് 14 കോടി രൂപയുടെ പരസ്യം കൊടുത്തൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഏത് അംഗൻവാടിയിൽ ഏതോ കൊച്ച് ബിർണാണി വേണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ തീരുമാനിച്ചു ബിർണാണി കൊടുക്കാൻ. പക്ഷേ 8 രൂപയ്ക്കാണ് ബിർണാണി കൊടുക്കുന്നതെന്ന് മനസ്സിലായില്ലേ? നമ്മളിവിടെ കല്യാണവും മാമോശയൊക്കെ നടത്തുമ്പോൾ 8 രൂപയ്ക്ക് ബിർണാണി കിട്ടുമോ? 8 രൂപയ്ക്ക് അതിൻ്റെ കൂടെ ഇരിക്കുന്ന കച്ചമ്പർ കിട്ടൂല. മനസ്സിലായില്ലേ? ഇപ്പൊ സർക്കാർ സാധാരണക്കാർക്ക് ബിരിയാണി കൊടുക്കുന്ന 8 രൂപയ്ക്കാണ്. പക്ഷേ പിണറായി വിജയന്റെ നവകേരള സദസ്സ് വരുമ്പോൾ പൗരപ്രമുഖന്മാർ പ്രാതൽ കഴിക്കുന്നത്, അതായത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് 1200 രൂപയ്ക്കാണ്. 1200 രൂപയുടെ ഭക്ഷണം കഴിക്കുന്നത് ഏതാ? ഈ അരച്ച അണ്ടിപ്പരിപ്പിൽ പുഴുങ്ങിയെടുത്ത ചിക്കൻ കറി കൂട്ടിയിട്ട് അവർ അപ്പമൊക്കെ കഴിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതേവരെ അതൊന്നും കഴിച്ചിട്ടില്ല. കാണാനും കൂടി പറ്റണ്ടെന്ന് എൻ്റെ ആഗ്രഹം. കാരണം മറ്റു മനുഷ്യർക്കൊന്നും കഴിക്കാൻ പറ്റാത്തത് നമ്മൾ കഴിച്ചാൽ ചിലപ്പോൾ ദൈവശാപം ഉണ്ടാവും. 1200 രൂപയുടെ മെനു ഒക്കെ കൂട്ടി കഴിക്കാൻ നമ്മൾ ആരും പാകപ്പെട്ടിട്ടില്ല. അണ്ടിപ്പരിപ്പ് അരച്ചതിൽ ചിക്കൻ പുഴുങ്ങിയിട്ട് അത് കൂട്ടി അപ്പം കഴിക്കണമെന്നൊക്കെ പിണറായി വിജയൻ പറയുമ്പോൾ മതനിരാസകർക്ക് ചിലപ്പോൾ പറ്റുമോ? ദൈവചിന്തയൊക്കെ ഉള്ളവർക്ക് പറ്റുമോ? വലിയ പ്രയാസമാണ്. മനുഷ്യരോട് അല്പമെങ്കിലും മര്യാദയുള്ള ഒരു സർക്കാരല്ല കേരളം ഭരിക്കുന്നത്.